സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ പൃഥുവിൻ്റെ ചരിതത്തിൽ 18-ാം ദശകം 4 ശ്ലോകമാണ് പറഞ്ഞത്. അതിൽ കൈകൾ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഭഗവാൻ ലക്ഷ്മി ദേവിയോട് കൂടിയിട്ടാണ് അവതരിച്ചത്. അപ്പോൾ ഈ അവതാരത്തിൽ ലക്ഷ്മിയുടെ പേര് അർച്ചിസ് എന്നാണ്. ഭഗവാന്റെ പേരാകട്ടെ പൃഥുരാജാവും അർച്ചിസ് രാജ്ഞിയും. ചില അവതാരങ്ങളൊക്കെ അങ്ങനെ മിഥുനായിട്ടാണ് അവതരിക്കുക. ഭാര്യാഭർത്താക്കന്മാരോട് കൂടി ഉള്ള ചില അപൂർവ അവതാരങ്ങളുണ്ട്. യജ്ഞാവതാരത്തിലും അങ്ങനെയാണ്. യജ്ഞൻ എന്ന പേരിൽ ഭഗവാൻ, ദക്ഷിണാദേവി എന്ന പേരിൽ ലക്ഷ്മി അതിൻ്റെ അവതാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിഥുനം സമപത്യത എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ വാക്ക്. മിഥുനം സമപത്യത, മിഥുനമായിട്ട് അവതരിച്ചു. പൃഥുരാജാവായിട്ട് ഭഗവാൻ അർച്ചിസ് എന്ന പേരോടിട്ട് ലക്ഷ്മി ഭഗവതി അവതരിച്ചു. അവരുടെ ഭരണം എങ്ങനെയൊക്കെ ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കൈകൾ കടഞ്ഞു എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ കൂടിയിട്ടാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാവുക. കൈകൾ സൽക്കർമ്മങ്ങൾ കാണിക്കുന്നതും കാലുകൾ ദുഷ്കർമ്മങ്ങളെ കാണിക്കുന്നതുമാണ്. എല്ലാ ജീവികളുടെയും നമ്മുടെയും കാലൊക്കെ ആവശ്യമില്ലാത്തതാണ് എന്ന് അർത്ഥമെടുക്കരുത്. അങ്ങനെയല്ല, കാലില്ലെങ്കിൽ നടക്കാൻ പറ്റിയ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. എങ്കിലും നല്ല പറയുണ്ടായി, കൈ കൊണ്ട് തൊട്ടാൽ നമ്മൾ തലയിൽ വെക്കണ്ടല്ലോ, തൊട്ട് തലയിൽ വെക്കാറില്ല. അയ്യോ എൻ്റെ കൈ തട്ടിയിട്ടോ, ചിലപ്പോൾ വേദന അയച്ചാൽ സോറി എന്ന് പറയുന്നല്ലാണ്ട്. പക്ഷെ കാല് തൊട്ടാൽ അത്രയും മോശമാണ്. അതുകൊണ്ട് തൊട്ട് തലയിലേക്ക് അങ്ങോട്ട് കാണിക്കുകയോ, പണ്ടത്തെ മര്യാദയാണ്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഒരു കാല് ഒരാളുടെ മേൽ തട്ടിയാൽ നമ്മൾ തൊട്ട് തലയിൽ വെക്കുന്നതാണ് സോറി. കാരണം നമുക്ക് ഈ ചവിട്ടിയവർക്കാണ് അതിൻ്റെ ദോഷം. ആർക്കാ ചവിട്ട് കൊണ്ടുവച്ചാൽ അവർക്കല്ല ദോഷം, അവർക്ക് തൽക്കാലത്തെ വിഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് തലയിൽ വയ്ക്കുക. അപ്പം കാല് നമുക്ക് ഒട്ടും പ്രാധാന്യം കുറവല്ല. എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണല്ലോ. നമ്മൾ ആ കാലിന് അസുഖം വന്ന ഡോക്ടറെ കാണിക്കില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെങ്കിലും അരയ്ക്ക് കീഴ്പ്പെട്ടുള്ള അവയവങ്ങൾക്ക് ഒരു ലേശൊരു മറ്റുള്ളതിലും വെച്ചിട്ടൊരു ഈ ആത്മീയമായിട്ടൊക്കെ പറയുമ്പോൾ ഒന്നിങ്ങനെ കുറഞ്ഞതായിട്ട് കാണും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അപ്പം അത് ആ ഒരു രീതിയിലല്ല. അതുകൊണ്ടാണ് കാല് കടഞ്ഞപ്പോൾ എന്തുണ്ടായി, നിഷാദന്മാർ, കാട്ടാളന്മാരുണ്ടായി. അപ്പം ദുഷ്പ്രവൃത്തികളായിട്ട് അതിനെ കാണിച്ചു. കാല് ചീത്ത എന്നല്ല, ദുഷ്പ്രവൃത്തികളാക്കിയിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ദുഷ്പ്രവൃത്തികളുടെ ഫലം ചീത്തേനെ ആയിരിക്കും, നല്ല പ്രവൃത്തികളുടെ ഫലവും നല്ലതുമായിരിക്കും. അതാണ് കൈകളിൽ നിന്ന് ഈശ്വര സാന്നിധ്യം എവിടെ നല്ലതുണ്ടോ അവിടെ ഉണ്ടാവും, എവിടെ ദുഷ്പ്രവൃത്തികളുണ്ടോ അവിടെ കാട്ടാളത്വം ഉണ്ടാവും എന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിച്ചതാണ്. 5-ാമത്തെ ശ്ലോകം. വിഖ്യാത പൃഥുരിതി താപസോപതിഷ്ഠേയ സൂതാദ്യൈ പരിണുതഭാവി ഭൂരിവീര്യ വേനാർഥ്യ കപളിതസമ്പദം ധരിത്രീമാക്രാന്താം നിജതനുഷാം സമാമകാർഷി എന്ന് പറഞ്ഞിരിക്കണം. ഈ അവതാരത്തിൽ ഭഗവാൻ പൃഥു എന്ന പേരിൽ വിഖ്യാതനായി. വിഖ്യാത പൃഥുരിതി വിഖ്യാത. പൃഥു എന്ന നാമധേയത്തിൽ വിഖ്യാതനായി, വിശ്രുതനായി. താപസോപതിഷ്ഠൈഹി, താപസന്മാർ ഉപദേശിച്ചതനുസരിച്ച് സൂതാദികളാൽ സ്തുതിക്കപ്പെട്ടു. ഏത് രാജാക്കന്മാർക്കും ഉണ്ടാവും ഇത്രയും സ്തുതി പാഠകന്മാർ. ഇപ്പോഴുണ്ട്. മുഖ്യമന്ത്രിയെ സ്തുതിച്ചു പാടി എന്നത് വിവാദമാക്കി പേപ്പറിൽ വന്നല്ലോ.
ഒരാൾ കുറേ കവിതയൊക്കെ എഴുതി. അപ്പോൾ ഏത് കാലത്തും ഭരിക്കണവരെ സ്തുതിക്കാൻ ആളുണ്ടാവും. കൈയൊക്കെ പൊക്കി ഇൻക്ലാബ് വിളിക്കാനും ഇല്ലേ, അതേപോലെ മുദ്രാവാക്യം വിളിക്കാനും അതാത് പാർട്ടിയിൽ പെട്ടിട്ടുള്ള നേതാക്കളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊരു ഘോഷം കൂട്ടലൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി വരുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ആ പാർട്ടിയിൽ പെട്ടവർക്ക് അവർ ഒരു ഇതുണ്ടാവും. അത് കാലവും ഈ ലോക സ്വഭാവമാണ്. അതിപ്പോൾ ഏത് കാലത്തും ഉണ്ടാവും. അത് സ്ഥാനത്തിൻ്റെ ഒരു പവറാണത്. സ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി ആ ഭാവത്തിൽ നമ്മൾ കുറ്റം പറഞ്ഞാലും മുമ്പിൽ കണ്ട സാറിന് തന്നെ വിളിച്ച് കൈ തൊഴുകും, അല്ലെങ്കിൽ വിവരം അറിയും. അപ്പോൾ എപ്പോഴും അത് സ്ഥാനത്തിൻ്റെ ഒരു ബഹുമതിയാണ്, ചെയറിൻ്റെ ബഹുമതിയാണ്. അല്ലാണ്ട് അപ്പോൾ വ്യക്തിയെ നോക്കിയിട്ടല്ല നമ്മൾ ബഹുമാനിക്കുന്നത്. അത് PM ആണെങ്കിലും CM ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? സൂതാദി പരിണുത ഭാവി ഭൂരി വീര്യ. ഭാവി ഭൂരി വീര്യത്തെയാണ് ഇവർ പുകഴ്ത്തിയത്. ഇപ്പോൾ പൃഥു ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകണല്ലോ, അധികാരത്തിൽ കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഭാവിയിൽ ചെയ്യാൻ പോണ കാര്യങ്ങളെ തന്നെ ഇവർ പുകഴ്ത്തി. ഭാവിയിൽ ചെയ്യാൻ പോണ കാര്യങ്ങൾ പുകഴ്ത്തുക എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ടല്ലോ. പ്രകടന പത്രിക എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇന്നതൊക്കെ ഇവിടെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഭാവിയാണ്, ചെയ്തിട്ടല്ല. അതേപോലെ ഇവരും ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് രാജാവിനെ അങ്ങ് ഇന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്തുതിച്ചു. സൂതാദ്യയി പരിണുത, സ്തുതിക്കപ്പെട്ട. എന്തിനെ പറഞ്ഞിട്ടാണ് സ്തുതിച്ചത്? ഭാവി ഭൂരി വീര്യ. ഭൂരി എന്ന് പറയുന്ന സംസ്കൃതത്തിൽ വളരെയധികം എന്നർത്ഥമാണ്. കഴിക്കണ ഭൂരി അല്ല കേട്ടോ. ഭൂരി മസാല നമ്മൾ മലയാളത്തിലുള്ള വാക്കിൻ്റെ അർത്ഥമല്ല, സംസ്കൃതത്തിൽ ഭൂരി പറഞ്ഞ അർത്ഥം വളരെയധികം, വർദ്ധിച്ചത്, വെരി വെരി എന്നുള്ളതിനെ കാണിക്കുന്ന വാക്കാണ് ഭൂരി. ഭൂരി വീര്യ, വളരെയധികം ഉള്ള ഭാവി വീര്യത്തെക്കുറിച്ചാണ് ഇവർ സ്തുതിച്ചത്. സ്തുതിപാഠകന്മാർ, താപസന്മാർ ഉപദേശിച്ചതനുസരിച്ച് എന്നർത്ഥം. താപസന്മാരുടെ ഉപദേശം കേട്ടിട്ടാണ് ഇവർ സ്തുതിച്ചത്. താപസോപദിഷ്ടൈ, താപസന്മാർ പറഞ്ഞു രാജാവിനെ സ്തുതിച്ചോളിൻ, എത്ര വേണമെങ്കിലും നിങ്ങൾ സ്തുതിച്ചോളിൻ. കാരണം ആരാണത്? സ്തുതിക്കാൻ യോഗ്യതയുള്ള ആളാണ്. ഈട്യ, സംസ്കൃതത്തിൽ സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളവനെ. നൗമീട്യ, ഞങ്ങളിതാ സ്തുതിക്കുന്നു. സ്തുതിക്കുകയാണ്, ചാങ്ങയില്ലേ സ്തുതിക്കേണ്ടത്. അല്ലാണ്ട് ഈ ലോകത്തിൽ മനുഷ്യന്മാരെ തുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു സുഖമില്ല. സർവേശ്വര അവിടുത്തെ അല്ലേ ഈ നാവുകൊണ്ട് സ്തുതിക്കേണ്ടത്, അതിനല്ലേ നാവന്നെ തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് താപസന്മാർ. ഇപ്പോട്ടെ ഒരു സ്തുതിയാവാം. എന്താ കാരണം? ഭഗവാനാണ് വരാൻ പോണത്. അതാണ് താപസോപദിഷ്ടേ. നമുക്കിപ്പോൾ താപസന്മാരത്ര താല്പര്യമൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് അവരാൽ ഉപദിഷ്ടരായിക്കൊണ്ട് അവിടെ സ്തുതമാഗതന്മാരാൽ സ്തുതിക്കപ്പെട്ട ഭൂരി വീര്യ, വളരെ വലിയ വീര്യത്തോടു കൂടിയവൻ. എന്നിട്ടോ ആദ്യം ചെയ്തത് എന്താണ്? വേനാർത്തിയ കബളിത സമ്പദം ധരിത്രീം. ഈ ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ അധർമ്മം വല്ലാതെ കണ്ടാൽ അത് പ്രതികരിക്കും. ഒന്നെങ്കിലും മഴ പെയ്യാതിരിക്കുക, അലച്ച മഴ ധാരാളം പെയ്ത് പ്രളയം ഉണ്ടാവുക, നോർമലാവില്ല, എന്തായാലും ഭൂമി കുലുങ്ങുക. ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഈ രാജാവിൻ്റെ പ്രവൃത്തിയോ പ്രജകളുടെ പ്രവൃത്തിയോ, ഏത് അധർമ്മം വർദ്ധിച്ചാലും അത്, പ്രജകൾ വല്ലാതെ അധർമ്മികളായാലും അതുണ്ടാവും. ഭൂമിക്കിപ്പോൾ രാജാവ് പ്രജകൾ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. അധർമ്മം എവിടെ അധികം വർദ്ധിച്ചാൽ, രാജാവുമ്പോൾ കുറച്ച് അധികം ഉണ്ട്, ശരിയല്ലാത്ത ദുർഭരണം പാസാക്കിയാൽ, തിരുവല്ലാത്ത ദുർഭരണം കാഴ്ചവെച്ചാൽ വരൾച്ച, വെള്ളപ്പൊക്കം, ദുരിതം, മഹാരോഗം ഉണ്ടാവും. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. 2017 പ്രളയം ഉണ്ടായി, അതിനുശേഷം കോവിഡ് വന്നു, മഹാമാരി ഉണ്ടായി. അധർമ്മം വർദ്ധിച്ചതിൻ്റെ ഫലമാവാം എന്നാണ് ചിലർ പറയണത്. ഇവർ വിചാരിച്ചു സൂര്യ നിർമ്മാർജ്ജനം ചെയ്തു, അത് നിർമ്മാർജ്ജനം ചെയ്തു, മലമ്പനി നിർമ്മാർജ്ജനം ചെയ്തു, മന്ത് നിർമ്മാർജ്ജനം, അതൊക്കെ
വളരെ വിലപ്പെട്ട കാര്യമാണ് കേട്ടോ, അല്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ലേ. പക്ഷേ അതോടുകൂടി കഴിഞ്ഞു എന്നൊരു വിചാരം ഉണ്ടായി. അത് വേണ്ട, ഒക്കെ നല്ല കാര്യമാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കഴിയണം. ഇനി നമ്മൾ ഒട്ടും കുറച്ച് കാണില്ല, പക്ഷേ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഈ ലോകത്തിൽ ഇനി എന്തെല്ലാം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഭരിക്കുക, മര്യാദയ്ക്ക് സത്യസന്ധത പാലിക്കുക, ധർമ്മം പാലിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ അവിടെ ഭൂമി കുറേ കഴിയുമ്പോൾ ഒരു പ്രതികരണമുണ്ട്. ചെറിയ പ്രതികരണം ആയിരിക്കില്ല, ചിലപ്പോൾ അതിൽ നിരപരാധികളും പെടും. അത് നിവൃത്തിയില്ല. ആരാ തെറ്റ് ചെയ്ത് വെച്ചാൽ അവർക്ക് കോടതി നോട്ടീസ് കൊടുക്കണ പോലെ ഭൂമിക്ക് ചെയ്യാൻ പറ്റില്ല. ഗോവിന്ദൻ അല്ലെങ്കിൽ ഗോപാലൻ വെയിറ്റ് ചെയ്ത് ഗോപാലന് സമൻസ് കൊടുക്കാൻ ഭൂമിക്ക് പറ്റുമോ? അത് ചെയ്യാൻ പറ്റില്ല. അപ്പം മൊത്തത്തിൽ അങ്ങോട്ട് സംഭരിക്കുക. അതിൽ കുറേ നിരപരാധികൾ അങ്ങനെയും നിവൃത്തിയുള്ളൂ. ഇപ്പം എന്താ ചെയ്യുക, ചിലതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ വേനൻ്റെ ദുർഭരണം കൊണ്ട് ഭൂമിക്ക് മടുത്തു. കാലം ഉണ്ടായിട്ടുള്ളൂ വെച്ചാലും വേണ്ട വിധം അവൻ അധർമ്മമാണ് ചെയ്തത്. എത്ര ചെയ്യാമോ അത്ര ചെയ്തു. തന്നിമിത്തം ഭൂമിക്ക് വല്ലാത്ത ദേഷ്യവും അമർഷവും വന്നു. എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടേ, നമ്മൾ മലയാളത്തിൽ ഭക്ഷണം കഴിച്ച് കൂറ്റം കുത്തുക എന്ന് പറയും. അതുകൊണ്ടല്ലേ ഈ അധർമ്മം ചെയ്യാൻ പ്രേരണ. ഭക്ഷണം ഇല്ലാണ്ട് പാട്ടിന് കിടന്നാൽ തന്നെ പട്ടിക്കുമ്പര് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? വേനാർത്തിയ, വേനൻ്റെ ദുർഭരണങ്ങൾ കൊണ്ട്, ദുർഭരണം പ്രവൃത്തികൾ കൊണ്ട് കബളിത സമ്പദം ധരിത്രി, എല്ലാ ഭക്ഷണവും ഭൂമി ഉള്ളിലേക്ക് വലിച്ചു വെച്ചു. ഒന്നും പുറത്തേക്ക് വിടുന്നില്ല. ഒരു വിളവുണ്ടാക്കിയ ഉണ്ടാവില്ല, നെല്ലും ഉണ്ടാവില്ല, കായ്കറികളും ഉണ്ടാവില്ല, പഴങ്ങളും ഉണ്ടാവില്ല, പച്ചക്കറികളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഭൂമി ഉണ്ടാവുകൊണ്ടല്ലേ ഇവരിങ്ങനെ കാട്ടി കൂട്ടണം. ഭൂമി ഇല്ലാച്ചാൽ അത് വല്ലതും ഉണ്ടാവും. ഇവരുടെ കഴിവുകൊണ്ടൊന്നും ആവില്ല എല്ലാം ഉണ്ടാവുന്നത്. ഭൂമി ഉണ്ടാക്കണം, ഭൂമി ഇട്ട് തരണം, ഭൂമിയിലാണ് വിളവുണ്ടാവുക. ഭൂമി വല്ലാതെ തോന്നിയത് കാണിച്ചാൽ ഒരു പിടുത്തം പിടിക്കും. അങ്ങനെയാണ് ഈ ക്ഷാമം. ഒന്നോ രണ്ടോ ക്ഷാമങ്ങൾ നമുക്കുണ്ടായി. ഹിസ്റ്ററി പഠിച്ചവർക്കറിയാം. കൊല്ലത്തിൻ്റെ കുറേ മുമ്പ് വേൾഡ് വാറൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷാമം, അരിയില്ല, ഭക്ഷണമില്ല, എവിടെ നോക്കിയാലും ക്ഷാമം. എന്തൊരവസ്ഥയായിരിക്കും. പൈസയുണ്ട്, പൈസ തിന്നാൻ പറ്റില്ലല്ലോ, പൈസ കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കിട്ടേണ്ടത് കിട്ടണ്ടേ. അപ്പോൾ ഇവിടെ കബളിത സമ്പദം ധരിത്രി, വേനൻ്റെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് സർവ്വഭക്ഷണവും പിടിച്ചു വെച്ചു ഭൂമി. ഒറ്റ ഒന്ന് പുറത്തേക്ക് ഉണ്ടാവും. എഴുത്ത് വിതച്ചാൽ ഉണ്ടാവില്ല, കായ്കറികൾ ഉണ്ടാവില്ല, പഴങ്ങളുണ്ടാവില്ല, പച്ചക്കറികൾ ഉണ്ടാവില്ല. വെള്ളം അടക്കം കിട്ടാണ്ടായോ എന്ന് സംശയം. ഇപ്പോൾ ഭാഗവതത്തിൽ അതൊക്കെ കുറേ വിസ്തരിച്ച് പറയട്ടോ, ഇവിടെ ചുരുക്കിയിട്ടേ പറയുള്ളൂ. കുറേ ആൾക്കാർ വന്നിട്ട് സങ്കടം പറയുകയാണ്. വയൻ രാജഞ്ചാഠരേണ പിതപ്പത ആണ് യഥാ കോട്ടരസ്തേന വൃക്ഷ. സർവേശ്വര ഭഗവാനെ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. വിശപ്പിലും വലിയൊരു ദുഃഖം വിശപ്പ് അനുഭവിക്കുന്നവർക്ക് ചോദിച്ചാൽ അറിയാം. ഓണാണ്ട് വിശന്ന് ഒന്നും കിട്ടാനുമില്ല വെച്ചാലേ, ഈശ്വര എനിക്ക് ഇനി ഒരു മിനിറ്റ് താമസിക്കാൻ വയ്യാട്ടോ, കയ്യും കാലും ഒക്കെ തളരണു എന്ന് പറയൂലേ. വീഴും ചിലർ. കുറച്ചും കൂടി അങ്ങോട്ട് വൈകിയാൽ ഭക്ഷണം കിട്ടാൻ വയ്യ. ചിലർ കുറച്ച് പിടിച്ച് നിൽക്കും, ചിലർക്ക് പിടിച്ച് നിൽക്കാൻ കഴിയാത്തവർ അങ്ങനെയുണ്ട്. അവർ തളർന്ന് വീഴുക, തല ചുറ്റുക, തുള്ളി കഞ്ഞിവെള്ളമാണ് ചെന്നാൽ അവർക്ക് അതിന് ശരിയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് പലർക്കും ദുഃഖം. കോട്ടരസ്തേന വൃക്ഷ, വൃക്ഷത്തിൻ്റെ പൊത്തിൽ തീയിട്ട പോലെ ഭാഗവത്തിൽ ഉപമ. ഞങ്ങളിതാ വിശന്ന് വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു. രാജൻ അങ്ങല്ലേ ഇപ്പോൾ പുതിയ രാജാവ്, ഈ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കണേന്ന് പറയുകയാണ്. ആക്രാന്താം നിജധനുഷാം സമാം അകാർഷി. ഇപ്പം എന്ത് ചെയ്തു? പൃഥു എന്നങ്ങനെ നോക്കി, ഇത് ന്യായമല്ലേ? അവർ പറയുന്നത് ന്യായമാണ്. എന്തുകൊണ്ടാണ് ഭൂമി പ്രകാരം ചെയ്തിരിക്കുന്നത്? താൻ്റെ വില്ലുകളെടുത്തു. ഇപ്പം ഭൂമി വസുദേത്വം വധിഷ്യാമി, എൻ്റെ കുട്ടികളാണ് എൻ്റെ പ്രജകൾ. രാജാവിന് പ്രജകളോടുള്ള ബന്ധം സ്വന്തം പുത്രന്മാരെ പോലെ ആവണം. അവർ പട്ടിണിക്കിട്ടിട്ട് എനിക്കൊരു കാര്യമില്ല ഈ ലോകത്തിൽ എന്നങ്ങനെ പറഞ്ഞ് ഭൂമിദേവി അങ്ങോട്ട് വധിക്കാൻ തുടങ്ങി. ആ വില്ലിൻ്റെ ടങ്കാരം കേട്ടപ്പോൾ ഭൂമിദേവി പേട്ടിച്ചു വിറച്ചു. ഒരു പശുവിൻ്റെ സ്വരൂപം സ്വീകരിച്ചിട്ട് അങ്ങോട്ട് ഓടി.
ഓടി ഓടി ഭഗവാൻ പിന്നാലെ എപ്പോഴേക്ക് എത്തി അവിടെയൊക്കെ ഭഗവാനുണ്ടോ, എത്താൻ പ്രയാസം ഭൂമിക്ക് മനസ്സിലായി. ഇനി ഓടിയിട്ട് കാര്യമില്ല, വേഗം ഭഗവാനെ ഒരു സ്തുതി നമ പരസ്മൈ പുരുഷായ വേദസേ. സർവേശ്വര, അങ്ങ് എന്തിനാണ് അവതരിച്ചത്? ഭൂമിയെ രക്ഷിക്കാനല്ലേ? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മം ക്ഷയിക്കുമ്പോൾ, അധർമ്മം വർദ്ധിക്കുമ്പോൾ ഭൂമിയിൽ അവതരിക്കുന്നത് ഭൂമിയെ രക്ഷിക്കാനാണ്. ആ അങ്ങ് എങ്ങനെ പിന്നെ എന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി എങ്ങനെ ശരിയാവും? എന്നെ രക്ഷിക്കാൻ വേണ്ടി അവതരിക്കുക, അത് പ്രസിദ്ധമാക്കിയിട്ടുണ്ട് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലൊക്കെ. എന്നിട്ട് എന്നെ വധിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നീയേ എന്നെ പഠിപ്പിക്കേണ്ട. ഈ ഭക്ഷണം നീ എന്തുകൊണ്ട് വലിച്ചുള്ളിലേക്ക് വെച്ചു? ഉത്തരം പറയാം, പിന്നെ മതി പ്രസംഗം. ഭഗവാൻ വിട്ടില്ല. അപ്പോൾ ഭൂമി പറഞ്ഞു, ഞാനത് വേറൊന്നുമല്ല, അങ്ങയുടെ മുമ്പേ ഭരിച്ചതായിട്ടുള്ള വേനൻ്റെ ദുഷ്ടത്തരം കൊണ്ട് ചെയ്തതാണ് ഭഗവാനെ. അങ്ങ് ഭരിക്കുമ്പോൾ എനിക്കെല്ലാം വിട്ടു തരാൻ എന്താണ് ഒരു മടി? എല്ലാം ഞാൻ വിട്ടു തന്നേക്കാം. എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാം. ഒരു ഭക്ഷണ വസ്തുവോ പച്ചക്കറിയോ പഴമോ ഞാൻ വലിച്ചു വയ്ക്കില്ല, അങ്ങാണ് ഭരിക്കണതെങ്കിൽ. കാരണം അങ്ങേ ഇങ്ങനെ ഭരിക്കുള്ളൂ, നല്ല രീതിയിൽ പ്രജാക്ഷേമ തൽപരനായിട്ടേ ഭരിക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങയുടെ പത്നി സ്ഥാനമല്ലേ ഭൂമിക്ക്, എനിക്ക്. പിന്നെ എങ്ങനെയാണ് അങ്ങ് എന്നെ വധിക്കുക? സ്ത്രീവധം ഉചിതമാണോ? ഭഗവാൻ എന്നാ വഴിക്കിടുക. എൻ്റെ പ്രജകളെ പട്ടിണി കിട്ടില്ലെങ്കിൽ എന്നെ ഞാൻ കൊല്ലണമൊന്നുമില്ല. അങ്ങനെ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഭൂമി വിട്ടുകൊടുത്തു. ആ ഒരു കറക്കൽ, എന്തെല്ലാം ആളുകൾ ഏതെല്ലാം പാത്രങ്ങൾ ഉപയോഗിച്ച് എന്തെല്ലാം വസ്തുക്കൾ കറന്നെടുത്തു എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു അധ്യായം മുഴുവനുണ്ട്, ദോഹനം. വളരെ ശ്ലോകത്തിൽ വളരെ ചുരുക്കിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിനെ പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. വിഖ്യാത പൃഥുരിതി താപസോപതിഷ്ഠൈ. പൃഥു എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തെ താപസന്മാരാൽ പ്രേരിപ്പിക്കപ്പെട്ട് സൂതാദേ പരിണുത ഭാവി ഭൂരി വീര്യ. ഭാവിയിൽ കാണിക്കാൻ പോകുന്ന വീര്യത്തെ സൂതന്മാർ സ്തുതിച്ചു. സൂതന്മാർ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവർ. വേനാർത്തിയ കബളിത സമ്പദം ധരിത്രീമാക്രാന്താം. വേനനാൽ കബളിതം വലിച്ചുള്ളിലേക്ക് വെച്ച് മറയ്ക്കപ്പെട്ട സമ്പദം, എല്ലാ സമ്പത്തുകൾ, വിഭവ സമ്പത്തുകൾ, അത് കൃഷിയാവാം പഴങ്ങളാവാം അങ്ങനെയുള്ളതൊക്കെ സമ്പദം. ധരിത്രീമാക്രാന്തം, ഭൂമിയെ ആക്രമിച്ചു തൻ്റെ വില്ലുകൊണ്ട്. നിജധനുഷ, തൻ്റെ വില്ലുകൊണ്ട് ഭൂമിയെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി, കൊന്നില്ല. സമാമകാർഷി, ആ സമയത്ത് ഭൂമി എല്ലാ ഭക്ഷണ സാധനങ്ങളും വിട്ടുകൊടുത്തു. സമൃദ്ധമായ ഭക്ഷണം എല്ലാവർക്കും ലഭിക്കുകയും ചെയ്തു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.